ഹലോ, എല്ലാവർക്കും നമസ്കാരം. തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറ്റ കറി വച്ചതാണ്. വറ്റ മീൻ, ചെറിയ വറ്റ കുട്ടികളാണ് കേട്ടോ. ആ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ചെറിയ വറ്റകളാണ്. ഇതൊരു 700 ഗ്രാം ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, മീൻ ഇവിടെ നന്നാക്കി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. അത് നമുക്ക് ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള ഒരെണ്ണം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ ചെറുതായിട്ട് കിട്ടും ഉള്ളി. എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു തക്കാളി, പിന്നെ കുറച്ച് ചെറുള്ളി ഒരു 8-10 ഉണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഉണ്ട്. ഒരു സ്പൂണ് ഇഞ്ചി ഉണ്ട്. കുറച്ച് കറിവേപ്പില ഉണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ വേണം. പിന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ഞാൻ ഇതിൽ പുളിയല്ല ചേർക്കുന്നത്, ഉണക്കിയ മാങ്ങ ഉണ്ട്. ആ ഉണക്കിയ മാങ്ങയാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിൽ പച്ചമാങ്ങ ചേർക്കുക, പുളി ചേർക്കുക, കുടംപുളി ചേർക്കുക, ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കല്യാണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ കറി വെക്കണ ഒരു മീനാണ് വറ്റ. ഇത് ചെറുതാണെന്ന് മാത്രം, അത് വലുതാണ് നമ്മൾ വാങ്ങുക. ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ വറ്റ തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുക. അതാണ് ടേസ്റ്റ്. ഓക്കെ, ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഏറ്റവും നല്ലത് മൺചട്ടിയാണ്, അതാണ് ടേസ്റ്റ് വരിക. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്, വെളിച്ചെണ്ണ തെളിഞ്ഞിട്ടില്ല, ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഈ വരുന്ന ബോട്ടിലാക്കി വെച്ചതാണ് ഞാൻ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉലുവ. ഇപ്പോൾ ഉലുവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്. ഇഞ്ചിയുടെ കൂട്ടുകാരനാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മൾ ചെറുള്ളി ഇട്ട് കൊടുക്കും. ചെറുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കും. ചെറുള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കൂടെ ഈ കറിവേപ്പിലേക്ക് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മളത് മസാല ചേർക്കും. മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വളരെ ലോ ഫയറിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നു. ഇതിൽ ഓഫാക്കുക, അല്ലെങ്കിൽ ലോ ഫയർ. ഓക്കെ, ഡയറക്റ്റ് ചട്ടിയിൽ ഇട്ട് കൊടുക്കരുത്, ഈ ഉള്ളിയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. മസാല കരിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പോയി പോകും. അപ്പോൾ ഉള്ളി വന്നിട്ടുണ്ട്. മസാല ഈ അരിഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ സവാള, അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഉള്ളിയുടെ മുകളിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ചട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. തീ നമ്മൾ ലോ ഫയർ ആക്കിയിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി, 1.5 ആയിക്കോട്ടെ, 1.5 ടേബിൾ സ്പൂൺ, ഒന്നും ഉണ്ടാവില്ല. കാശ്മീരി ആയതുകൊണ്ട് എരിവ് കുറയും, കളറുണ്ടാവും. പിന്നെ മറ്റേ നമ്മുടെ എരിവ് കൂടുതലുള്ള മുളകുണ്ടല്ലോ, ഞങ്ങൾ അങ്ങാടി മുളക് എന്നൊക്കെ പറയും, അതിൻ്റെ പൊടി ചേർക്കണില്ല. കാരണം എന്താ വെച്ചാൽ എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളകി മസാല ഒന്ന് അതിൽ ചൂടാവുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കും. ഒരു സ്മെല്ല് വരും, മസാല ഒന്ന് അതിലിങ്ങനെ ചൂടായ സ്മെല്ല് വരും. അപ്പോഴാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇതിലൊന്ന് മൂടിയിടുക. അപ്പോൾ മൂടിയിടുമ്പോൾ ആ തക്കാളി ഇതിൽ കിടന്നിട്ടൊന്ന് സെറ്റാവും. ഇതിൻ്റെ ഈ മസാലയുടെ കൂടെ ഒന്ന് സെറ്റാവും. അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് പുളിവെള്ളം എന്നാ പറഞ്ഞത്, പുളിവെള്ളം അല്ല കേട്ടോ, മാങ്ങയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മാങ്ങയാണെന്നുള്ളത്. അപ്പോൾ മാങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, മാങ്ങ വെള്ളത്തിലിട്ട് വെച്ചതാണ്, കഴുകിയിട്ട് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെക്കും. അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മസാലയും ഇത് സാധനങ്ങളൊക്കെ ഒന്ന് വെന്തതിൻ്റെ ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കും. ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കറി ഒരു വിധം തിളച്ച് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി മീനിട്ട് കൊടുക്കുകയാണ്. ഒരു മീനും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കരുത് ശരിക്കും. അത് ഇങ്ങനെ ചട്ടി പിടിച്ചിട്ടൊന്നും ഇങ്ങനെ ചുവറ്റാവുള്ളൂ. ഓക്കെ, ഇനി അത് അതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. മീനൊക്കെ തിളക്കണുണ്ട്. ഒന്നും കൂടി ഒന്നിങ്ങനെ ചുവറ്റി കൊടുക്കുക ചട്ടി. മീൻകറിയുടെ ഫൈനൽ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വറവിടലാണ്. നമ്മൾ വറവിട്ടിട്ടൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്, പക്ഷേ ഇതിൽ ലാസ്റ്റ് ഒരു വറവിടലുണ്ട്. അതിലാണ് അതിൻ്റെ ഫൈനൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വറവിടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 മണി ഉലുവ, 2 മണി പറഞ്ഞാൽ 2 അല്ല കേട്ടോ, ഒരു 10-15 മണി ഉണ്ടാവും. ഒരു അര സ്പൂണ് ഉലുവ. ആ ഉലുവ വന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ പെരിഞ്ജീരകം ചേർക്കും. ചൂടായി വന്നുകൊണ്ട് അതിൽ കുറച്ച് പെരിഞ്ജീരകം ചേർക്കും. പെരിഞ്ജീരകം അറിയാലല്ലേ, വലിയ ജീരകം എന്നൊക്കെ പറയും ചിലവർ പെരിഞ്ജീരകം എന്ന് പറയും. ഇനി കുറച്ച് കൊച്ചുള്ളി അഥവാ ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, കൊച്ചുള്ളി പല പേരിൽ അറിയപ്പെടുന്നതാണ് ഈ സാധനം. ചെറുള്ളി പറഞ്ഞാൽ അറിയും, കൊച്ചുള്ളി പറഞ്ഞാൽ അറിയും, ഒക്കെ അറിയുന്ന സാധനമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും ഇട്ട് കൊടുത്ത്
ഉടനെ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് മൂടിയിടുക. ഒരു 3 മിനിറ്റെങ്കിലും മൂടിയിടുക. ഇവിടെ കിടന്നോട്ടെ 10 മിനിറ്റ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, മീൻകറി വെക്കുമ്പോൾ എപ്പോഴും മീൻകറി അപ്പോഴേക്കപ്പോൾ ഉപയോഗിക്കേണ്ട സാധനമല്ല. ശരിക്ക് തലേ ദിവസം രാത്രി വെച്ചിട്ട് കാലത്ത് കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് ഉച്ചക്ക് കഴിക്കുക. പിന്നെ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എൻ്റെ മീൻകറി ഇവിടെ റെഡിയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പം നമ്മളെ അടിപൊളി വറ്റ മീൻ കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ.